അല്ല, പലപ്പോഴും പല രാജ്യങ്ങളും ഇതുപോലെ ഈ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തെ കൈകാര്യം ചെയ്യുന്നത് പല രീതിയിലാണ്. പല പല ഉദാഹരണങ്ങളും ലോകത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവിടേക്ക് കൂടുതൽ വികസനം കൊണ്ടുവന്നും കൂടുതൽ റോഡുകൾ പണിതും അവരെ ആ പ്രദേശത്തെ ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ പ്രദേശത്തെ ശ്രമിക്കുന്ന ഒരു തന്ത്രം. അത് തൊട്ടപ്പുറത്ത് ഇന്ത്യയുടെ ഭാഗം കയ്യേറിയിട്ടുള്ള ചൈന അവിടെ പലതരത്തിൽ ആ രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ അതല്ല പാകിസ്ഥാൻ ചെയ്യുന്നത്. പാകിസ്ഥാൻ പൂർണ്ണമായും അവിടെ ആ ആളുകളെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവർ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം. പറഞ്ഞാൽ 70 വർഷമായിട്ട് ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ്. 70 വർഷമായിട്ട് അവിടെ വൈദ്യുതിയുടെ കാര്യത്തിൽ പ്രതിസന്ധിയുണ്ട്, കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രതിസന്ധി. ഇതിനൊന്നും കുറവുള്ള സ്ഥലമോ ഇതിനൊന്നും ഈ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലമോ അല്ല അത്. പക്ഷേ അവിടെ ഇതിനെല്ലാം ക്ഷാമം നേരിടുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല എല്ലാം ഇസ്ലാമാബാദിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ്. അത് മാത്രം നടപ്പാക്കുന്ന പ്രാദേശിക ഭരണകൂടം എന്ന നിലയ്ക്ക് കൂടി പ്രാദേശിക ഭരണകൂടം മാറിയിരിക്കുന്നു. പ്രധാനമായും പ്രാദേശിക ഭരണകൂടത്തിനെതിരെ അല്ല ഇപ്പോൾ ഈ വലിയ പ്രക്ഷോഭം നടക്കുന്നത്, ഇസ്ലാമാബാദിനെതിരെ തന്നെയാണ്. ഇതിൽ എനിക്കതിനകത്ത് കൗതുകകരമായി തോന്നുന്നത് ഈ സമയത്തും ഇസ്ലാമാബാദിന് അവർ ഇപ്പോൾ ഇന്ത്യ ഒരു പക്ഷത്തിപ്പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമാബാദ് ലോകം മുഴുവൻ നടന്ന് ഒരു വിക്ടിം കാർഡ് കളിക്കാനായിട്ട് അവർക്ക് കഴിയുന്നു. ഒരു പരിധിവരെ ലോകം അവരെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൗതുകകരമായ സാഹചര്യം, അല്ലെങ്കിൽ സങ്കടകരമായ സാഹചര്യം. ആ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആ നിലയ്ക്ക് ലോകം ബോധവാന്മാരല്ലേ? അല്ലെങ്കിൽ ആ കാര്യത്തിൽ എന്താണ് അവർക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് കൂടി പറയാനുള്ളത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇവിടെ ഈ പറഞ്ഞ ഇത് മാത്രമല്ല, അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിലടക്കം ഗുരുതരമായ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണമാണ്. സൈന്യത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ഇവർക്ക് പ്രശ്നമുണ്ട്. ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന രീതിയെക്കുറിച്ച് പ്രശ്നങ്ങളുണ്ട്. അവർ ഒരു സമ്പൂർണ്ണമായും ഇങ്ങനെ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആ പ്രദേശത്തുള്ളവർക്ക് തന്നെ. സുരേഷ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാണോ എന്ന് സംശയമുള്ളവർ ഒത്തിരി പേര് അവിടെയുണ്ട്. അപ്പോൾ അവരെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള പ്രശ്നമാണ്.